വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഫാമിലി? എത്ര മനോഹരമായിട്ടാണ് ഫാമിലി എന്ന പദത്തിന്റെ അർത്ഥം നിർവചിച്ചിരിക്കുന്നത്. ഫാദർ ആൻഡ് മദർ, ഐ ലവ് യു. എത്ര മനോഹരമാണ് ഈ അർത്ഥം അല്ലേ? കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. സ്വർണത്തിനേക്കാളും രത്നത്തെക്കാളും വിലപിടിപ്പുള്ളതാണ് കുടുംബം. കാരണം ഒരു മനുഷ്യൻ എത്ര അധ്വാനിച്ചാലും സമ്പാദിച്ചാലും അവന് വീട്ടിൽ സമാധാനമില്ലെങ്കിൽ അവൻ നേടിയതെല്ലാം ശൂന്യമാണ്, അവൻ വെറും വട്ടപൂജ്യമാണ്. ധാരാളം മാതാപിതാക്കൾ പറയുന്ന ഒരു കുറ്റമാണ്, മക്കൾ മൊബൈൽ ഫോണിന് അടിമപ്പെട്ടു പോയിരിക്കുന്നു, എന്ത് ചെയ്യുമെന്നറിയില്ല. അതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, നിങ്ങൾ മക്കൾക്ക് നേരെ ഒരു വിരൽ ചൂണ്ടുമ്പോൾ ബാക്കി 4 വിരലും നിങ്ങൾക്ക് എതിരെയാണ് ചൂണ്ടുന്നത്. അതായത് എല്ലാ കാരണത്തിനും പൂർണ്ണമായും ഉത്തരവാദിത്വം രക്ഷിതാക്കൾക്കാണ്. നമ്മൾ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ പഠിക്കണം. നാം വീട്ടിലെത്തുമ്പോൾ വീട്ടിലെ അന്തരീക്ഷം മനസ്സിലാക്കി അതിൽ നിന്ന് സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കണം. ജോലിയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ നാം വീട്ടുകാരോടോ കുട്ടികളോടോ തീർക്കാൻ ശ്രമിക്കരുത്. ഒരിക്കലും ജോലിയിലുള്ള കാര്യങ്ങളും വീട്ടിലുള്ള കാര്യങ്ങളും കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല. നാം വീട്ടിൽ സന്തോഷത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിച്ചാൽ സന്തോഷവും, ദുഃഖത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിച്ചാൽ ദുഃഖവും ഉണ്ടാകുന്നു. നാം വീട്ടിൽ കയറുമ്പോൾ ക്യാഷ് കൊടുക്കണം. ഇവിടെ ഉദ്ദേശിക്കുന്നത് പണമല്ല. സി ഫോർ കോൺഫിഡൻസ്. മാതാപിതാക്കൾ എപ്പോഴും പരസ്പരം ആത്മവിശ്വാസം പ്രകടിപ്പിക്കണം. കാരണം എന്ത് പ്രതിസന്ധിയെയും നേരിടണമെങ്കിൽ ആത്മവിശ്വാസം അനിവാര്യമാണ്. എ ഫോർ അറ്റൻഷൻ. നമ്മുടെ ജീവിതത്തിൽ സൂക്ഷ്മമായ ശ്രദ്ധ പാലിക്കണം. എസ് ഫോർ സിൻസിയറിറ്റി. നാം ചെയ്യുന്ന ജോലിയോട് അമിതമായ ആത്മാർത്ഥത വേണം. നാം പറയുന്നതും ചെയ്യുന്നതും ഒന്നാണ് എന്നുള്ള ആത്മാർത്ഥത വേണം. എച്ച് ഫോർ ഹാർഡ് വർക്ക്. ഈ ലോകത്ത് കഠിനാധ്വാനമില്ലാതെ ഒരാളും വളർന്നിട്ടില്ല. കഴിക്കുന്ന കാര്യങ്ങൾ നാം ചവച്ചരച്ചു കുടിക്കണം. കുടിക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് കഴിക്കണം. എന്നാലേ ഭക്ഷണത്തിന്റെ രുചി മനസ്സിലാവുകയുള്ളൂ. മറിച്ച് മക്കൾക്ക് മൊബൈൽ ഫോൺ കൊടുത്ത് അവർക്ക് ഭക്ഷണം നൽകുമ്പോൾ അവർക്ക് ഭക്ഷണത്തിന്റെ രുചി അറിയുകയുമില്ല. അവർ മൊബൈൽ ഫോണിന് അഡിക്റ്റ് ആവുകയും ചെയ്യും. ഒരിക്കൽ ഒരാൾ പറഞ്ഞു, എനിക്ക് നെൽകൃഷി നടത്തണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ വിള ഏതാ കള ഏതാ എന്ന് എനിക്കറിയില്ല. അപ്പോൾ മറ്റേ ആൾ പറഞ്ഞു, നീ അതിന് വിളയും കളയും പറിച്ച് വെറും മണ്ണിലേക്ക് എറിയുക. ഒരു സംരക്ഷണവും ഇല്ലാതെ മുളച്ചു പൊന്തുന്നത് എന്താണോ അതാണ് കള, സംരക്ഷണത്തോടെ പൊന്തുന്നതാണ് വിള. ഇതുപോലെയാണ് തിന്മയും. ഒരു വളവും സംരക്ഷണവും ഇല്ലാതെ മുളച്ചു പൊന്തുന്നതാണ് തിന്മ. നാം മക്കളെ കൂട്ടുപിടിച്ച് ഒരുമിച്ച് നിർത്തി വളർത്തിയാൽ വിള നന്നാകും, അല്ലെങ്കിൽ ഭാവിയിൽ ഒരു തൊപ്പിയാകും.